നിങ്ങൾ പാതി വഴിയിൽ പഠനം മുടങ്ങിയവരാണോ? എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്കായി BA, BCom, BBA തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ്. അതും കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ, പാസ്സാകൂ. ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9526070097. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത സ്റ്റുഡൻസും ചൂസ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇഗ്നു ടഫ് ആണോ, എങ്ങനെ സിലബസ് പഠിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടെ സ്റ്റുഡൻസിനും അതുപോലെ പുറമെയുള്ള സ്റ്റുഡൻസിനും ഉണ്ട്. അപ്പൊ അവർക്ക് ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ പറയണം, ഇഗ്നു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സിലബസും കാര്യങ്ങളും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ അതോ ടഫ് ആണോ എന്നുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നാഷണലൈസ്ഡ് വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ്, അതായത് നമുക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് UG ആയാലും PG ആയാലും PhD ആയാലും ഈ കോഴ്സുകളൊക്കെ നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി നമ്മളുടെ സ്റ്റേറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ എക്സാം എഴുതിക്കൊണ്ട് നമുക്ക് പാസ്സാവാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം, ഇഗ്നു യൂണിവേഴ്സിറ്റി ഒരുപാട് കാര്യങ്ങൾ സ്റ്റുഡന്റ് സെൻട്രിക് ആയിട്ട് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻസിനെ മെയിൻ ഫോക്കസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഇങ്ങനെ അവരുടെ സിലബസും ക്രൈറ്റീരിയാസും ഇങ്ങനെ വളരെ സ്ട്രക്ചർ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ സ്റ്റുഡൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവർക്ക് മാക്സിമം കംഫർട്ടായ രീതിയിൽ എക്സാം എഴുതാനും അതുപോലെ തന്നെ നാഷണലൈസ്ഡ് വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനും ഇഗ്നു ഇത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റുഡൻസ് എല്ലാവരും നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കിട്ടണം, അതുപോലെ നല്ല രീതിയിൽ പാസ്സാവണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ടാണ്. അതിനാദ്യമായിട്ട് വേണ്ടത് നിങ്ങളുടെ പേടി അതുപോലെ നിങ്ങളുടെ ഒരു ചിന്താഗതി അത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ 50% സിലബസും കാര്യങ്ങളും ഈ ഒരു ഇഗ്നു യൂണിവേഴ്സിറ്റിയോടുള്ള പേടിയും നിങ്ങളുടെ മാറിക്കിട്ടും. അതായത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, മില്യൺസ് ഓഫ് പീപ്പിൾ ആണ് UG, PG, PhD ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ച് ഇറങ്ങുന്നത്. അവർക്കൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? അത് മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങൾ. പിന്നെ പേടി നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റുക. നമ്മളെ കൊണ്ട് സാധിക്കും, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സിലബസ് തന്നെയാണ് ഇഗ്നു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. യാതൊരു ബുദ്ധിമുട്ടും കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത ഇഗ്നു യൂണിവേഴ്സിറ്റി പാസ്സാവാൻ യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇഗ്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. CBCS എന്നൊരു ഫോർമാറ്റിലാണ് ഇഗ്നു അവരുടെ സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. CBCS എന്ന് ഉദ്ദേശിക്കുന്നത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആണ്. അതായത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇഗ്നു യൂണിവേഴ്സിറ്റി നമുക്ക് തരുന്നുണ്ട്. അതായത് സ്റ്റുഡൻസ് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട് എടുത്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇഗ്നു യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്കും അതുപോലെ ഓൾറെഡി ഇഗ്നു എക്സാം എഴുതിയവർക്കും അറിയാം, ചോയ്സ് കോർ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പൊ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്യാം. നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏത് സബ്ജക്റ്റ് ആണ് എന്ന് വെച്ചാൽ അതനുസരിച്ച് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പൊ അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും കൂടെയുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇയർലി മാത്രം എക്സാം എഴുതിയാൽ മതി. ഈ എക്സാം എഴുതുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. യാതൊരു ടെൻഷനും ആ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട. അതിന് മെയിൻ ആയിട്ട് ബാസ് സ്റ്റഡി സെന്റർ ഫോളോ അപ്പ് ചെയ്യുന്നത് ഈ ക്രൈറ്റീരിയാസ് ഒക്കെയാണ്. ഇത് സ്റ്റുഡൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാണ്. നമ്മൾ പറയുന്ന റൂൾ അനുസരിച്ച് സ്റ്റുഡൻസ് നല്ല രീതിയിൽ അവരുടെ എഫേർട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മെയിൻ ആയിട്ട് നമ്മളുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാർട്ടിങ് അഡ്മിഷൻ എടുത്ത ഓരോ സ്റ്റുഡന്റിനും ഫൗണ്ടേഷൻ ക്ലാസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും അവർക്ക് ബേസിക് നോളേജ് ഈ ഫൗണ്ടേഷൻ ക്ലാസ്സിന് കിട്ടും. അതിനുശേഷമാണ് ഒരു കുട്ടിയുടെ രജിസ്ട്രേഷൻ വരുന്നത്. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഗുലർ ക്ലാസ്സുകളാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ കൺഫേം ചെയ്താൽ പിന്നെ റെഗുലർ ക്ലാസ്സുകൾ അവരുടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു ചാപ്റ്റർ വൈസ് ആയിട്ട് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓരോ ചാപ്റ്ററിനെ കുറിച്ചുള്ള അറിവും അവർക്ക് കിട്ടും. അതിനുശേഷമാണ് അസൈൻമെന്റ് കാര്യങ്ങളും വരുന്നത്.
അസൈൻമെന്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സബ്ജക്ട് നോളജും കുറച്ചും കൂടെ സ്റ്റുഡൻസ് റിസർച്ച് ചെയ്യാനും ശ്രമിക്കും. അപ്പൊ അവർക്ക് അതിൽ നിന്നും എക്സ്ട്രാ ഒരു നോളജ് ആണ് അവർക്ക് കിട്ടുന്നത്. റെഗുലർ ക്ലാസ്സും അസൈൻമെന്റും കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സാമിനോട് അടുത്ത ഒരു ടൈമിലാണ് നമ്മൾ റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിവിഷൻ ക്ലാസ് കഴിയുമ്പോൾ അവർക്ക് ഒരു മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യും. ഈ മോഡൽ എക്സാമും കഴിഞ്ഞാണ് അവർ മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏതൊരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചും എങ്ങനെ എക്സാം എഴുതണം, എന്തൊക്കെ ക്രൈറ്റീരിയാസ് അതിന് ഫോളോ അപ്പ് ചെയ്യണം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എക്സാം എഴുതാൻ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ തന്നെ പുറമെയുള്ള സ്റ്റുഡൻസും ഫോളോ അപ്പ് ചെയ്താൽ മതി. വളരെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ അപ്പ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണ് ഇഗ്നുവിന്റെ. അതുപോലെ എക്സാം ഷീറ്റ് പ്രസന്റ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ അതും കൂടെ കാണുക. അപ്പൊ ഏറെക്കുറെ നിങ്ങൾക്ക് ഇഗ്നുവിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റുഡൻസ് പാസ് ഔട്ട് ആയി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പാസ് ആവാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇഗ്നു. യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എനിവേ, താങ്ക് യു.